എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് വിജയകുമാർ എങ്ങനെയാണ് ഇത്രയും കാശുണ്ടാക്കിയത്? വിജയകുമാറിന് വേറെ വല്ല പരിപാടികളും ഉണ്ടായിരുന്നു? വിദേശത്ത് എന്താണ് വിജയകുമാറിന്റെ ജോലി? അതുപോലെ വിജയകുമാർ എന്ത് ബിസിനസ്സാണ് അവിടെ ചെയ്തത്? അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരവുമായിട്ട് അദ്ദേഹത്തിന്റെ മുൻ ജീവനക്കാരായ ചിലർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് വിജയകുമാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടൊന്നും ബിസിനസ് ചെയ്തതല്ല. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുവൈത്ത് യുദ്ധകാലത്ത് അവിടെ സൗദി അറേബ്യയിൽ തമ്പടിച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ പിന്നെ ചില ഉൽപ്പന്നങ്ങളൊന്നും അവിടെ കിട്ടില്ലായിരുന്നു. അങ്ങനെ മമ്നുവായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റിട്ടാണ് വലിയ ആളായത്. ഈ തമ്പാക്ക് പോലെയുള്ള അല്ലെങ്കിൽ ബീഡി പോലെയുള്ള പിന്നെ പലതരത്തിലുള്ള ഈ ഗവൺമെൻറ് നിരോധിച്ച സാധനങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിപ്പീനി ഫുഡുകൾ, അതുപോലെ തന്നെ എക്സ്പയർ ആയിട്ട് ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വീണ്ടും റീപാക്ക് ചെയ്ത് വിൽക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പൈസക്കാരനായത് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻ ജീവനക്കാരിൽ ജോർജി എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ശമ്പളത്തിന് ഒരാളെയും കബളിപ്പിക്കില്ല. അതായത് ഉള്ള ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലാതെ ഈ അമിത് എന്ന് പറയുന്നവൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഇതാണ്. അതായത് അന്നായാലും ഇന്നായാലും ഇന്ന് ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് ഇയാൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല. പിന്നെ മനുഷ്യത്വം അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഈ ഒരു ആളും കൂടി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 4-5 വർഷം ജോലി ചെയ്ത ഒരു പിന്നെ എന്താ പറയുക കളമശ്ശേരിയിലുള്ള ഒരാളാണ് പറയുന്നത്. ഏതായാലും അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് യോജിക്കാനൊന്നും കഴിയില്ല. കാരണം എല്ലാവരും വിദേശത്ത് പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ, അതായത് ഈ പൈസ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ വിറ്റിട്ടാണെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അതൊരിക്കലും നമുക്കെന്ന് പറഞ്ഞ് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ഏതായാലും അയാൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. ജോർജിന്റെ ഒക്കെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. ജോർജ് കൂത്താട്ടുകുളമാണ്, എറണാകുളം ജില്ല. ഞാനും എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. ഞാൻ ഇപ്പൊ മിനിഞ്ഞാന്ന് വിജയകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു, കോട്ടയത്ത് വന്നിരുന്ന. ഞാനും ഈ പറഞ്ഞ പോലെ പുള്ളി ആളൊരു പിഷ്കനാണ് ആള്. ഈ പൈസ ഒക്കെ ഒന്നും വിട്ടു കൊടുക്കൂല. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് യാതിലൊരു ഞാനവിടെ സെയിൽസ്മാൻ ആയിരുന്നു, ഹാൻഡ് സെയിൽസ്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഇന്ത്യൻ, ഫിലിപ്പൈൻ, തായ്ലാന്റ്, പാകിസ്ഥാൻ, ശ്രീലങ്കൻ ഫുഡ് സ്റ്റഫ്, ഇന്ത്യൻ പലചരക്ക് മൊത്ത വ്യാപാരം എന്നാണ് ബോർഡ് വെച്ചേക്കണം അവിടെ. ദമാമില് അവിടെ ഈ തലവെട്ടണ പള്ളിയുണ്ട്, വലിയ പള്ളി. ആ പള്ളിയുടെ 3ാമത്തെ ഷോപ്പാണിത്. എനിക്ക് അദ്ദേഹത്തിനെ പരിചയമുള്ളത് 94 മുതലാണ്. ഞാനൊക്കെ പോയത് 94 ബാച്ചിലാണ്. അതായത് ജോർജും ഒക്കെ ഞങ്ങളുടെ ബാച്ചാണെങ്കിലും എന്നെക്കാൾ ഒരു വർഷം മുമ്പ് ജോർജ് അവിടെ എത്തിയായിരുന്നു. ഞങ്ങളെ ഒരു 5-8 സെയിൽസ്മാൻമാരെ ഇവിടെ വന്ന് ഇയാള് ബാലൻ അസോസിയേറ്റിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പൊ ഷറഫ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടായി. പിന്നെ എന്റെ ചേട്ടന്റെ മകൻ ഒരു നാസർ ഉണ്ടായി, അവനും കൊല്ലത്തുള്ള ഒരു രാജേഷ് ഉണ്ട്. അവർ രണ്ടാളും സ്റ്റോറിലായിരുന്നു. അപ്പോ റിയാദിൽ പിന്നെ 97 ഒരു ഷോപ്പ് എടുത്തായിരുന്നു. അങ്ങനെ എടുത്ത് അവിടെ എന്നെയും അദ്ദേഹത്തിന്റെ അളിയനായ ഈ ജയൻ എന്ന് പറഞ്ഞ ഒരു മദ്രാസി ഉണ്ട്, അവനെയും കൂടി എന്നെയും പിന്നെ ഏറ്റുമാനൂരുള്ള ഒരു ബാബുച്ചേട്ടൻ ഉണ്ട്. അത് ഇവരുടെ എന്തോ ഒരു റിലേറ്റീവ്സ് എന്തോ ആണെന്നാണ് അന്നാളിൽ എന്നോട് പറഞ്ഞു ബാബുച്ചേട്ടൻ. ആ ബാബുച്ചേട്ടൻ അവിടെ ഷോപ്പില് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആളും, ജയൻ അവിടുത്തെ മാനേജറും, ഞാൻ അവിടുത്തെ കാഷ്യറും ആയിട്ട് അങ്ങനെ കുറച്ചാൾ നിന്നിട്ട് വലിയ മെച്ചത്തിലൊന്നും ആയില്ല അത്. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ പൂരം ചെയ്ത് എനിക്കാണ് ഈ വെള്ളിയാഴ്ച അവധി തരാന്ന് പറഞ്ഞിട്ട് അതും തന്നൂല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഫുൾ ടൈം ഇങ്ങനെ 24 രാവിലെ 6 മണിക്ക് കട തുറന്നാൽ രാത്രി 12 മണിക്ക് കട അടക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ വെള്ളിയാഴ്ച ആഴ്ചയിൽ പോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അങ്ങനെ വാഷ് ചെയ്യും. അതുപോലെ നോമ്പോ പെരുന്നാളോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്ന ഇയാള് സ്വാഭാവികമായിട്ട് ഒരു ബോണസോ ഇതൊക്കെ കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും കൊടുക്കൂല പുള്ളി. എനിക്ക് മാത്രമാണ് പുള്ളി ബോംബെ കൊച്ചി ടിക്കറ്റ് തന്നുള്ളൂ. ഞാനന്ന് നേവൽ ബേസിന്റെ എയർപോർട്ടാണ് അന്നുള്ളത്. കൊച്ചി നെടുമ്പാശ്ശേരി ആയിട്ടില്ല ഞാൻ പോരുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് എന്നെ കുറച്ച് പേടിയുണ്ട്, കാരണം ഞാൻ ഈ മതപരമായ രീതിയിൽ ഇസ്ലാമിക നിയമവും പഠിച്ച ആളും. അപ്പൊ അവിടെ വിൽക്കാൻ പാടില്ലാത്ത കുറെ ഈ അതിനെ അറബിയിൽ മംനൂ ഹാജ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗുഡ്സ്. അതായത് ഈ പാൻ പരാഗ്, തമ്പാക്കു, ഫീസ് നമ്പർ, ബീഡി, ഇതും പിന്നെ ഈ വെള്ളവും വിറ്റാണ് ഇയാൾ ഈ 90-ൽ ഇറാഖ് കുവൈറ്റിനെ പിടിച്ച സമയത്ത് നമ്മുടെ അമേരിക്കൻ മിലിറ്ററി അവിടെ വന്ന് തമ്പടിച്ചപ്പോ അവർക്ക് കൊടുത്ത് വായിൽ തോന്നിയ വില. സൗദിയുടെ പൈസയാണല്ലോ അമേരിക്കൻ മിലിറ്ററി അവിടെ കഴിക്കണേ. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്ന വിലക്ക് വാങ്ങിച്ചുകൊണ്ടു. അങ്ങനെയാണ് ഇയാൾ പൈസ ആയത്. അതായത് ഈ ഉണക്ക മത്തി തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ഈ പാക്ക് ചെയ്ത മത്തികൾ, ഉണക്ക മത്തിയുണ്ട്, ഈ മറ്റേ അയലയുണ്ട്, ഈ മാക്രേല്, പിന്നെ സാർഡീൻ, അങ്ങനെ ആ 2 സാധനം കൊണ്ടുവരും. അപ്പൊ അത് ഡേറ്റ് എക്സ്പയർ ആയാൽ
സാധാരണ ഇത് കൊണ്ടുപോയി അവിടുത്തെ ഭാഷ പറഞ്ഞ വലതിയിൽ കളയണം, അതായത് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൽ തട്ടണം, ഡംപ് ചെയ്യണം, അതാണ് നിയമം. അദ്ദേഹം ഈ ഗോപിയും ബാബുവിനെ മോളിൽ കെട്ടിയിട്ട് മോളിൽ ഒരു രഹസ്യ അറയുണ്ട്, അതിലെടുത്തിട്ട് പുതിയ പാക്കിലാക്കിയിട്ട് രണ്ടാമത് റീസെയിൽ ചെയ്യും. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിനെ എതിർത്ത്, പറഞ്ഞ ഈ നാട്ടിലൊരു നിയമമുണ്ട്, നിയമം വിട്ട് കളിക്കാൻ പാടില്ല, ഇവിടെ വന്ന അകത്ത് പോവും എന്നൊക്കെ പറയാം. അപ്പൊ അത് പുള്ളിക്ക് എന്നെ പേടിയുമാണ്. അത് ആള് നല്ല 5-6 അടി പൊക്കവും ഹൈറ്റും. ഇദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്യാറുണ്ട്, അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടാണ് സൗദി അറേബ്യയിൽ വന്നത്. അപ്പൊ മിക്കവാറും ഒരു 35-36 വയസ്സിലായിരിക്കണം പുള്ളി സൗദി അറേബ്യയിൽ എത്തിയത്. പിന്നെ ചാനലുകാരൊക്കെ 64 വയസ്സെന്ന് പറഞ്ഞു, 64 വയസ്സല്ല പുള്ളിക്ക്. പുള്ളി കാരണം ഞാൻ അവിടുന്ന് പുള്ളിയുടെ അടുത്ത് ഇപ്പൊ പോന്നിട്ട് തന്നെ ഏകദേശം 98 പോന്നതാണ്. അപ്പൊ 27 വർഷമായി. ആ കാലത്ത് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു 40-45 അടുത്തൊക്കെ പ്രായമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ ഒരു 70-നും 75-നും ഉള്ളിൽ പ്രായം കാണണം. പുള്ളിയുടെ വൈഫ് അവിടെ ദമാമ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അപ്പൊ ഈ പയ്യൻ തന്നെ ഇപ്പൊ മരിച്ചത് ഇന്നലെ പേപ്പറിൽ ഞാനൊക്കെ കണ്ടത് 28 വയസ്സുണ്ടെന്നാണത്. പയ്യൻ മരിച്ചിട്ട് ഇപ്പൊ 8 വർഷമായല്ലോ, 2017 മരിച്ച. ഒരു മകനും ഒരു മകളും. അപ്പൊ മകൾ അമേരിക്കയിലാണ്. അപ്പൊ അവര് വന്നിട്ട് അപ്പൊ ഞാന് അവിടെ കുറെ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോ ഇയാള് നാട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല, 10-25 വർഷമായി ഇവിടെ താമസമാക്കിയിട്ട്. രാവിലെ കാറെടുത്ത് പോണാണ്, ചിലപ്പോൾ ഉച്ചക്ക് വന്ന് കയറണാണ്. 10-15 ക്യാമറകളും പട്ടികളും ഒക്കെ അവിടെ ഉണ്ട്. അതിനെല്ലാം ഈ അവഗണിച്ചുകൊണ്ടാണല്ലോ ഇവൻ കയറിയിട്ട് കൊന്നു കളഞ്ഞെന്ന് ആലോചിച്ചു. ഇയാള് ശരിക്കും എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ഇയാൾക്ക് ഒരു പിസ്റ്റളോ റിവോൾവറോ ഒക്കെ സൂക്ഷിക്കാനോ അതിനുള്ള ലൈസൻസോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇത്തരം കോടീശ്വരനാണല്ലോ. ഞാനിപ്പോ അറിഞ്ഞതിൽ കൂടുതൽ കോടീശ്വരനാ പുള്ളി. ഞാനിപ്പോ ഈ വാർത്തയും ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്ക് ഇവിടെ ഇൻഫോ പാർക്കിൽ ഞങ്ങളുടെ കൊച്ചിയിൽ ഇവിടെ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ അവിടെ മൈസൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലൊക്കെ. പുള്ളി ഒരു സായിബാബയുടെ ഭക്തനാണ് ആള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആള്. സൈലന്റ് മാനുമാണ്, എന്നാൽ നല്ല ജോർജ് പറഞ്ഞ നല്ല ബുദ്ധിമാനുമാണ്. പിന്നെ പൈസ ഒന്നും തരാനായിട്ട് അപ്പൊ എനിക്കും ഇപ്പൊ തോന്നിയത് അവിടെ വന്നപ്പോ ഇത്രയൊക്കെ ഉണ്ടായിട്ട് മകൻ പോയി, ഇപ്പൊ രണ്ടാളും പോയി. അതിൽ അങ്ങേറ്റത്തെ ദുഃഖം നമുക്കുണ്ടെങ്കിൽ പോലും ഇതിലൊരു ശാപത്തിന്റെ ഒരു പങ്കും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ആൾക്കാരോട് ഒരാളും അവിടെ വെച്ച് മരിച്ചു, ഒരു സെയിൽസ്മാൻ. എന്നിട്ട് ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടുകാരനാണ്, ഈ ജോർജിന്റെ കൂടെ സെയിൽസ് ചെയ്യണവനാണ്. അവനവിടെ ഒരു സൗദി പയ്യൻ വന്ന് ഇടിച്ചിട്ട് അവിടെ വെച്ച് മരിച്ചു ഇയാള്. അപ്പൊ ഈ പുള്ളി അത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം റിയാലെങ്കിലും അവരുടെ കുടുംബത്തിന് കിട്ടിയത്. ഒരു പൈസയും കിട്ടിയില്ല. ജോർജും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ജോർജ് നല്ല സെയിൽസ്മാനായിരുന്നു. അവന് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം ഓണക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അതിന് ഞാനിപ്പോ ഈ ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2000-ലോ 2002-ലാണ് അദ്ദേഹം ആ തൃശ്ശൂരുള്ള ഗോപിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഗോപി പുള്ളിയുടെ ആളായിരുന്നു, ചംച്ച. അതായത് പുള്ളിയുടെ ഒരു ഇടം കൈയും വലം കൈയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലെ ജോലിക്കാരനും ഒക്കെ കൂടിയായിരുന്നു പുള്ളി. അപ്പൊ അവൻ അധികം പ്രായമില്ല, ഞങ്ങളെയൊക്കെ ഇളയതാണ്. അവനെ ഏൽപ്പിച്ചിട്ട് 2000-ലോ 2002-ലോ പുള്ളി പോകുന്നു. പിന്നെ ബഹ്റൈനിൽ പോയെന്ന് പറഞ്ഞു. ബഹ്റൈനിൽ പോയിട്ട് അങ്ങനെ അത് സുഖമായില്ല, ക്ലച്ച് പിടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല പുള്ളി നാട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ ഈ വാർത്ത വന്നപ്പോ ഞാൻ വാർത്തയിൽ കേട്ട് ഇങ്ങനെ കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇന്ദ്രപ്രസ്ഥം അന്ന് തുടങ്ങും, ഹോട്ടലും ഒക്കെ തുടങ്ങണം, ഓഡിറ്റോറിയം തുടങ്ങണം എന്നൊക്കെ പുള്ളി ഇങ്ങനെ രഹസ്യമായിട്ട് ഇഷ്ടമുള്ളവരോട് പറയും. ഞാനാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ബിസിനസ് ചെയ്ത പൈസയൊക്കെ കൊണ്ടുവന്ന് പുള്ളിനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. 8 സെയിൽസ്മാന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. എനിക്ക് 3000 റിയാല് മാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് 1000 റിയാൽ കിട്ടി എനിക്ക്. പുള്ളിക്ക് ഒരു മാസം ഞങ്ങൾ 20,000 റിയാൽ സമ്പാദിച്ച് ഓരോ സെയിൽസ്മാന്മാർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീതം 1000-2000 റിയാലിങ്ങനെ ഞങ്ങൾക്ക് തരണ്ടേ? അപ്പൊ അതൊന്നും തരില്ല. ഈ അന്ന് അവിടെ ഉള്ളത് ഈസ്റ്റേൺ കറി പൗഡറുകളും പിന്നെ ഈ അങ്കമാലിലുള്ള വർഗീസ് മൂലൻ ഗ്രൂപ്പിന്റെ സ്പൈസസ്, പിന്നെ ഈസ്റ്റേന്റെ, പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രശാന്തി പിക്കിള്, പ്രശാന്തി എന്നാണ് ഇദ്ദേഹം ഇതിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്. പ്രശാന്തി പിക്കിള്, പിന്നെ മെഹറാൻ പിക്കിള്, അത് പാകിസ്ഥാന്റെയാണ്. അങ്ങനെയുള്ള ഈ എന്നിട്ട് അയാള് കേരളത്തിൽ ചെയ്ത ഈ കൂലിച്ചെലവ് കൂടുതലായതുകൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് അവിടെ ഈ ഏറ്റവും ചാത്തൻ ക്വാളിറ്റി എന്ന് പറയും ആ ടൈപ്പ് പാക്കും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മുടെ ഐറ്റംസ് വയ്ക്കാൻ പോകുമ്പോൾ അവിടെ ഈസ്റ്റേന്റെയും അതുപോലെ ഈ മൂലന്റെ ഒക്കെ നല്ല പാക്കില്, അട്രാക്റ്റീവ് പാക്കില് ഓരോ സാധനങ്ങൾ ഇരിക്കണ്ട. അപ്പൊ ഞാൻ സൗദി അറേബ്യ ആകെ കറങ്ങി സെയിൽസ് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ ഒരു ട്രിപ്പ് ദമാമിന്ന് പോയ 9 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ദമാമിലെത്തണം. അതിന്റെ ഇടയ്ക്ക് അപ്പൊ ഇതിന്റെ അകത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് അയാള് ബിസിനസ് ചെയ്തിട്ടല്ലേ പൈസ ഉണ്ടാക്കിയത്, അയാൾ കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്ത് എന്ന് പറയുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ മാത്രം വേണം നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലീഗലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മീൻ വിറ്റിട്ട്
പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപമൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വിജയകുമാറിന് ഉണ്ടാകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാത്തതുകൊണ്ട് 5 ലക്ഷം രൂപയോളം അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ ശാപം ഉണ്ടാകും. കാരണം ഓരോരോ ആൾക്കാരും എവിടുന്ന് പോകുന്നത് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഈ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്ന് പറയുന്നത് ബോണസുകൾ കൊടുക്കാതിരിക്കുക. കാരണം ബോണസ് കൊടുക്കുന്നതൊക്കെ ഒരു നിയമം പോലെയാണ്. അവിടെ എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൊടുക്കാത്ത കമ്പനി ഉണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. കാരണം ചിലപ്പോൾ ഏതെങ്കിലും മലയാളിയുടെ കമ്പനിയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ആൾക്കാർ നടത്തുന്ന കമ്പനിയൊക്കെ ചിലപ്പോൾ ബോണസും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടൊന്നുമല്ല ഇദ്ദേഹം പൈസ ഉണ്ടാക്കിയതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെയുള്ള മാർഗത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ പൈസയാണ് ഇയാളുടെ കയ്യിലുള്ളത്, സത്യസന്ധമായ പൈസയാണ്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാപമുണ്ട്, അതുപോലെ തന്നെ ശത്രുക്കളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൂടുമ്പോൾ ഇയാളുടെ സ്വഭാവം ചിലപ്പോഴും മാറ്റം വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ബംഗാളിയുടെ കയ്യിൽ ചെന്ന് പെട്ടത് അത് മാത്രമേ നമുക്കറിയാം അറിയേണ്ടതുള്ളൂ. ഈ ബംഗാളിയും ഇദ്ദേഹവും തമ്മിൽ എന്താണ് ബന്ധം അതറിയേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയ സെക്യൂരിറ്റി സിസ്റ്റവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വീട്ടിൽ ഇതുപോലൊരു നരുന്ത് പയ്യൻ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അവിടെ ഇരുന്നിട്ട് വിജയ എന്ന് ഉറക്കെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിലൊക്കെ വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ഇതുപോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.